നമസ്കാരം. ഈ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, എന്നിട്ട് പേരിൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ ചേർത്ത് വയ്ക്കുക, പേരിൻ്റെ പുറകിൽ ഇതൊക്കെ ഒരു പണിയാണ്, അതൊക്കെ ഒരു പരിപാടിയാണത്. എൻ്റെ പേര് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ എന്നാണ് വാസ്തവത്തിൽ. അതിൽ തീർത്ഥയും ഞാൻ എടുത്തു കളഞ്ഞു, ആനന്ദം എടുത്തു കളഞ്ഞു, സ്വാമിയും എടുത്തു കളഞ്ഞു. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നത് ബ്രഹ്മ എന്നാണ്. കൂടുതലടുത്തറിയാവുന്നവർ എൻ്റെ പേര് വിളിക്കും, അത്രമാത്രം. ഈ സ്വാമി എന്നുള്ള വിളിയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ബ്രഹ്മ എന്ന് വിളിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ MLA ബാലചന്ദ്രനുണ്ട്, അദ്ദേഹം എന്നെ ബ്രഹ്മ എന്ന് വിളിക്കുക. അതിൻ്റെ ഒരു മാധുര്യം മറ്റൊന്നാണ്. അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള വാലുകൾക്കൊന്നും പ്രാധാന്യമില്ല. പിന്നെ അത് സമ്പ്രദായപ്രകാരം അങ്ങനെ ഒരു വാല് കൂട്ടിച്ചേർത്തിട്ടാണ് എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള നാമം കിട്ടിയതെന്ന് മാത്രം. ഞാൻ പറഞ്ഞ സമുദായത്തിൻ്റെ ആ ഒരു പേരെടുത്ത് അത് എനിക്ക് വാലാക്കി മാറ്റാമായിരുന്നു. അതും ഞാൻ ചെയ്തിട്ടില്ല. സന്യാസം കിട്ടിയപ്പോഴും അത് ഞാൻ ചെയ്തിട്ടില്ല, വാലുകളൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സലീം കുമാർ നടൻ, അദ്ദേഹം എന്തോ രമേശിനെ ഞാൻ അറിയും എന്ന് വെച്ചിട്ട് അങ്ങനെ ചിരിച്ചത് നിങ്ങൾ കേട്ടതാണ്. രമേശിനെ ഞാൻ അറിയും, പക്ഷെ ഈ തലയെക്കെട്ടുകാരനാണ് രമേശ് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 15 തവണ രമേശിനെ ആവർത്തിച്ച സമയത്ത് ഓരോ സമയത്തും എന്തൊരു ആന്തോളനമായിരുന്നു പറയൂ ഹൃദയത്തിൽ. അതിൻ്റെ ഒരു മഹിമ, പെരുമ, അതിൻ്റെ ഒരു സുഖം അത് അനുഭവിച്ചറിയണം. പക്ഷെ പലർക്കും ആ പേരങ്ങട് മാറ്റിയിട്ട് 10, 20, 30 വർഷം കൊണ്ട് നടന്ന പേരങ്ങട് മാറ്റിയിട്ട് ഇങ്ങനെ പരിവ്രാജകം, ബ്രഹ്മചാരി എന്നൊക്കെയും പറഞ്ഞ് വലിയ പേരുകൾ, മഹാഗുരു, ലോകഗുരു, തിരുവടികൾ എന്നൊക്കെ ചേർന്ന് ആൾക്കാരിങ്ങനെ അവർക്കെന്തോ എന്തോ ഒരു കാര്യം കിട്ടിയ പോലെയാണ്. അതിൻ്റെ വേറൊരു വെർഷനാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഷാഹിദ കമാലുദ്ദീനാണ് അവരുടെ ഭർത്താവിൻ്റെ അദ്ദേഹം മരിച്ചുപോയി. അവരുടെ ഡോക്ടറേറ്റിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു പ്രശ്നം നടക്കുകയാണ്. ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ ഡോക്ടറേറ്റ് അവർക്കില്ലെന്ന് പറഞ്ഞ കേസുകളൊക്കെ നടക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കാര്യം, ഈ ഡോക്ടറേറ്റ് അഥവാ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് ചേർക്കുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ കേരള സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ ഈ ഗുണം കുറയും, അത് ഏറ്റവും വലിയ രസം. അപ്പോൾ ഈ ഡോക്ടറേറ്റ് എങ്ങനെയാണ് എടുക്കുക, അഥവാ ഡോ എന്നെങ്ങനെയാണ് വെക്കുക? അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡോ എന്ന് വെക്കുക. നമ്മളെ ഈ തേക്കുംകാട്ടിൽ, തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കുംകാട്ടിൽ ചില ആൾക്കാർ ഈ ടർപ്പോളിൻ കൊണ്ട്, ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് ഒരു മറയുണ്ടാക്കും, ഒരു കക്കൂസ് മറ പോലെ ഒരു മറയുണ്ടാക്കും. എന്നിട്ടൊരു കസേരയിട്ട് അയാൾ ഇവിടെ ഇരിക്കും കാലത്ത് മുതൽ വൈകുന്നേരം വരെ. ആ മറയുടെ മുമ്പിൽ ബോർഡ് ഉണ്ടായിരിക്കും, അതും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബോർഡ് അത് തൂക്കിയിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ കൈപ്പത്തികൾ കാണിച്ചിട്ട്. എന്നിട്ട് ഇവിടെ ഒരു വര, ഈ വര ഇവിടെ ഇംഗ്ലീഷിൽ എഴുതും, ഇത് വേറെ ഇവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ഇവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും കുരുകുരുന്നുള്ള അക്ഷരങ്ങൾ. നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല. കൈനോട്ടത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അവിടെ പിള്ളേർ ചെല്ലും, കൈ നോക്കും. ആദ്യം തന്നെ പിള്ളേരോട് പറയാം, നിങ്ങളെ ഒരു പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, വീടിൻ്റെ വടക്ക് ഭാഗത്താണ്, ഉത്തരഭാഗത്താണ് ആ കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്, 4-ാം മേടം 5-ാം മേടം എന്നൊക്കെയും പറയും. ചെക്കനത് വിശ്വസിക്കും. വീടിൻ്റെ വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ വടക്ക് ഭാഗം കോഴിക്കോടാണ്, അതിൻ്റെ വടക്ക് ഭാഗം കാസർഗോഡാണ്, അതിൻ്റെ പുറപ്പെടെ ഗോവയാണ്, ബോംബെയാണ്, ഗുജറാത്താണ്, രാജസ്ഥാനാണ്, പാകിസ്ഥാനാണ്, അങ്ങനെ പോകുന്നു. ചൈനയൊക്കെ ഉണ്ട് അവിടെ. വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും പെടില്ലേ. അങ്ങനെ വടക്ക് ഭാഗത്തിന് പോയി കറങ്ങി തെക്ക് ഭാഗത്തെത്തും. അതാണ് ഭൂമിയുടെ സ്ഥിതി. ചെക്കൻ പിന്നെ ഇയാളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരും. ആ പെണ്ണിന് ഒരു ക്ലൂ തരാമെന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഇയാളും ആ ബോർഡും എഴുതി വെച്ചുള്ളത് പ്രൊഫസർ,
കോദണ്ഡരാമൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതും പ്രൊഫ എന്നിട്ട് കുത്തിട്ടിട്ട് എഴുതി വയ്ക്കും. ഇയാളെ എവിടുത്തെ പ്രൊഫസറാണ്? ആരാ ചോദിക്കാനും പറയാനും? മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് 8ാം ക്ലാസ് തോറ്റിട്ട് ഒരുത്തൻ തിരുവനന്തപുരത്തെത്തി. അവനവിടെ കൈനോട്ടവും യന്ത്രങ്ങളുടെ വിൽപ്പനയും. യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ടറും ബുൾഡോസറും ഒന്നല്ല കേട്ടോ, കൈകെട്ടി യന്ത്രം. ഈ സംഘിപ്പിള്ളേർ കൈമ കെട്ടി നടക്കണമെന്നില്ല, അതുപോലത്തെ ജപിച്ചു കെട്ടുന്നത് യന്ത്രം, മന്ത്രം, കുബേരയന്ത്രം, വശ്യയന്ത്രം, ധനാകർഷണ ഭൈരവയന്ത്രം, യന്ത്രങ്ങൾ വിദേശങ്ങളിലേക്ക്, മന്ത്രമോതിരം, തന്ത്രമോതിരം, മായാമോതിരം, അറബി ജ്യോതിഷം എല്ലാം ഉണ്ട്. അപ്പം ഇയാളവിടെ പോയിട്ട് ആറ്റുകാലാണ് ഇയാൾ ആസ്ഥാനമാക്കിയത്. ആദ്യം ഇയാൾ വെറും ആറ്റുകാലായിരുന്നു, പിന്നെ പ്രൊഫസർ ആറ്റുകാലായി, ഇപ്പം ഡോക്ടർ ആറ്റുകാലാണവൻ. ആൾക്കാരൊപ്പം കൂടാനുണ്ട്. ഇയാൾക്ക് എവിടെന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത്? ഏതാ യൂണിവേഴ്സിറ്റി? എന്തായിരുന്നു സബ്ജക്റ്റ്? എവിടെയായിരുന്നു വൈവോ നടന്നത്? ആരാണ് അദ്ദേഹത്തിൻ്റെ ഗൈഡുകൾ? ആരൊക്കെയായിരുന്നു? ആരവിടെ ചോദിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഡോക്ടറേറ്റ് ഒരു കളിതമാശയായിട്ട് മാറിയിരിക്കുക വാസ്തവത്തിൽ. വേറൊരു കാര്യം, ഡോക്ടറേറ്റായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും എനിക്ക് പല രീതിയിലും ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ആദിവാസികളുടെ കലാരൂപങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല വശമാണ്. അവരൊപ്പം കുറേ കാലം ഞാനുണ്ടായിരുന്നു. അവരുടെ ഭാഷ കിള്ളാണിക്ക് പോയി കാലേ എന്നൊക്കെയും പറഞ്ഞുള്ള ഭാഷയുണ്ട് അവർക്ക്. കുഞ്ചിലേ, കാളക്കുട്ടി, കുഞ്ചില്, ചപ്പുവാനിക്ക് പോയകാര്, കുഴങ്കട്ടിത്തിൻ്റെ ചപ്പുവാനിക്ക് പോയകാര് എന്നൊക്കെയും പറഞ്ഞിട്ടുള്ള അവരുടെ ഭാഷകളൊക്കെ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവരുടെ പാട്ടുകളും അറിയാം, മത്താട്ടം പോലുള്ള പാട്ടുകൾ. അങ്ങനെ അവിടെ ഒരു ഡോക്ടറേറ്റിന് വന്ന് ഒരു സ്ത്രീയെ ഞാൻ സഹായിക്കുകയുണ്ടായി. അവസാനം രസം എന്താണെന്ന് വെച്ചാൽ അവർക്കിത് കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇത് ശേഖരിക്കാനും പറ്റില്ല, ഒന്നും പറ്റുന്നില്ല. പിന്നെ അവസാനം എൻ്റെ ഡ്യൂട്ടിയായി. ഒരുപാട് പ്രൈമറി സോഴ്സിൽ നിന്ന് വേണമല്ലോ സ്വീകരിക്കാൻ. അത് ഒരുപാട് സ്വീകരിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരിപ്പോൾ ഡോക്ടറേറ്റ് എടുത്തു. അതിൻ്റെ മുമ്പിൽ ഡോ എഴുതി വെച്ചിട്ടുമുണ്ട്. അല്ല, രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രൈമറി സോഴ്സിൽ നിന്ന് പോയിട്ട് അവരുടെ പാട്ടുകളുടെ രീതികൾ ഇതെല്ലാം ശേഖരിച്ച് ഒരു അട്ടക്ക് കെട്ടുമായിട്ട് ഗൈഡിൻ്റെ അടുത്ത് പോയി. ഗൈഡ് പറഞ്ഞതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് പറ്റിയില്ല ഇവിടെ ഇരിക്കട്ടെ. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ മൊത്തം ടോട്ടലായിട്ട് കൺഫ്യൂസ്ഡായി. ഈ ഗൈഡ് അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 10-18 വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷമായിട്ടുണ്ട്, 20 വർഷത്തിന് മേലെയായിട്ടുണ്ട്. അങ്ങനെ അന്ന് വാങ്ങിച്ചത് 1 ലക്ഷം രൂപയാണ്. റെഡിമെയ്ഡ് തീസിസ് കിട്ടി. ഇങ്ങനെ കുറേ ഗൈഡുകൾ ഇവിടെയുണ്ട്. അവർ സ്ഥിരം പരിപാടികൾ, ടാഗോർ കവിതകളിലെ സ്ത്രീ സങ്കല്പം, കുമാരനാശാൻ കവിതകളിലെ ജാതി സങ്കല്പം, ഇതൊക്കെയും പറഞ്ഞ് അവർ എഴുതി വച്ചിരിക്കുകയാണത്. എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി വരും, അച്ഛൻ്റെ ഒപ്പം വരും, സാറേ എന്താ മോൾക്കൊരു ഡോക്ടറേറ്റിൻ്റെ അതിനെന്താ വിഷമം? നിങ്ങളത് കുറച്ച് കാലം നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലേക്കും പോവുക, അവിടെയുള്ള ആളുകളേക്കും കാണുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത്ര കാലം നമ്മളതിനു വേണ്ടി അധ്വാനിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇന്ന സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ഫോട്ടോസ് അങ്ങനെയുള്ള ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഞാൻ സാധനം എഴുതി തരാം. അതങ്ങനെ കയ്യിൽ കൊടുക്കുകയാണ്, ഡോക്ടറേറ്റ് എഴുതി കൊടുക്കുകയാണ്. ഒരു യൂറോപ്യൻ ടൂറും 2 ലക്ഷം രൂപയും. പെൺകുട്ടികളാണെങ്കിൽ ഡോക്ടറേറ്റ് പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ ടൂറും 2 ലക്ഷം രൂപയും ചിലപ്പോൾ അതിലപ്പുറമുള്ള കാര്യങ്ങളും ആവശ്യപ്പെടും. ഇത് സത്യമാണ് ഈ പറയുന്നത്. ഇനി തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ കള്ളാസൊന്നും എനിക്ക് കൊണ്ടുവരാനില്ല. അറിയുന്നവർക്കറിയാം ഇത് സത്യമാണ് വാസ്തവത്തിൽ. ഇങ്ങനെയാണ് പലയിടത്തും ഡോക്ടറേറ്റും കാര്യങ്ങളും. അതൊരു വ്യവസായമായിട്ട് മാറിയൊരവസ്ഥയാണ്. പള്ളിയിൽ അച്ഛന്മാരുണ്ട്, എല്ലാവരും ഡോക്ടർമാരാണ്. അത് ഏറ്റവും രസം. ഡോക്ടറേറ്റ് എടുത്തവർ, ഡോക്ടറായിട്ടുള്ള ആൾക്കാരുണ്ട്. തൃശ്ശൂരിൽ അച്ഛനുണ്ട്, അദ്ദേഹം ഡോക്ടറാണ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ പിള്ളേരൊപ്പം കിടന്ന് നടക്കും. നമുക്കറിയാലോ, ആ ആശുപത്രിയിലെ അച്ഛൻ, കിഡ്നി ഫൗണ്ടേഷൻ്റെ, അവർക്കും വലിയ വലിയ ആൾക്കാരാണ് അവർ.
അവർക്കൊക്കെ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ്, ജനങ്ങളുടെ അനുഗ്രഹവും കിട്ടിയവരാണ്. അല്ലാതെ കുറേ എണ്ണമുണ്ട് ഇവിടെ. ഡോക്ടർ എന്നുള്ളൊരു പേര് വെച്ചില്ലെങ്കിൽ അച്ഛനാവില്ല എന്നുള്ളതാണ്. ഇത് ഡോക്ടറിന് അവിടുന്ന് ഇമ്പോർട്ട് ഏത് റോമിൽ നിന്ന്. പണ്ട് അച്ഛന്മാരായിരുന്നു, ഇപ്പം അച്ഛന്മാർ അച്ഛന്മാരാണ്. അങ്ങനത്തെ അച്ഛന്മാർ. അവർക്ക് പറ്റിയ പേരാ പല അച്ഛന്മാർക്കും. അച്ഛൻ. കുന്നുംപറമ്പിൽ, കുണ്ടുകുളം, പഴയ ആറ്റിൽ, പുതിയാറ്റിൽ ഒക്കെയും ആറ്റിലും കുളത്തിലും ചാണകക്കുഴിയിലൊക്കെയാണ് അവരുടെ എല്ലാം. അങ്ങനെയാണ്. ആ കുഴിയിൽ, ഈ കുഴിയിൽ, ആ ആറ്റിൽ. അതങ്ങനെയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. അതൊന്നും അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പം അതും ഇതുപോലെ തന്നെ ഒരു ആഭരണമായിട്ട് കൊണ്ട് നടക്കുകയാണ് അവർ. ഡോക്ടർ എന്നുള്ളൊരു ആഭരണമായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഒരു മറ്റൊരു ഡോനെ കണ്ടുമുട്ടിയ ഉടനെ തന്നെ പറയും, ഹൗ ആർ യു, എന്ത് പറയുന്നു. ഐ വാസ് ഇൻ ബോംബെ ഫോർ എ ലോങ് ടൈം. ഞാൻ ബോംബെയിലായിരുന്നു കുറച്ച് കാലേ. ദെയർഫോർ അതുകൊണ്ട് ബിക്കോസ് എന്താ പറയുക ഈ ടി വിയിലൊക്കെയും വന്നിട്ടുള്ള ചില പെൺകുട്ടികൾ കാണിക്കുന്ന കാട്ടയങ്ങൾ കാണാം. അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. എന്താ പറയുക ഒന്നും പറയാതിരുന്നാൽ പോലെ. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആഭരണമായിട്ട് കൊണ്ടുനടക്കണം. ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഉണ്ടാവില്ല. ഒരു പ്രഭാഷണത്തിന് വിളിക്കണമെങ്കിൽ, അമ്പലത്തിലെ പ്രഭാഷണമാണെങ്കിലും ശരി, വേദാന്തത്തിൽ ഡോക്ടറേറ്റ് എടുത്തൊരു 1-2 പേര് എനിക്കറിയാം. വേദാന്തത്തിൻ്റെ എന്താണെന്നും 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 അറിയില്ല, ഇപ്പോഴും അറിയില്ല. വേദാന്തം പഠിച്ചുണ്ടാക്കാനുള്ളൊരു കാര്യമല്ല. ഈ കണക്കിന് പോയിട്ട് അവർ സ്നേഹം എന്താണ് സ്നേഹം എന്ന് പറഞ്ഞിട്ട് അവർ ഡോക്ടറേറ്റ് എടുക്കില്ലേ? സ്നേഹം അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്, സാക്ഷാത്കരിച്ചെടുക്കേണ്ടതാണ് അന്തരംഗത്തിൽ. വേദാന്തം അത് സാക്ഷാത്കരിച്ചെടുക്കേണ്ട കാര്യങ്ങളാണത്. അതുവഴി ഡോക്ടറേറ്റ് എടുക്കുക. എന്നിട്ട് അമ്പല പ്രഭാഷകളാണ് കൂടുതൽ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ഡോക്ടറേറ്റ് എടുത്തതാണ് വേദാന്തത്തിൽ. അവരെ വിളിച്ചു. ഡോക്ടറേറ്റ് എടുത്ത്, അതായത് മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ പ്രഭാഷണ തൊഴിലാളിയാകുള്ളൂ എന്നൊരു സങ്കല്പമുണ്ട്. മാത്രമല്ല, കോളേജിൽ പ്രൊഫസറാകണമെങ്കിൽ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനുകൾ വലുതാണല്ലോ, PhD. ആയതുകൊണ്ട് തന്നെ PhD ഇല്ലെങ്കിൽ എന്തോ ഒരു പോരായ്മയാണ്. സമൂഹത്തിൽ ഒരു സിമ്പോസിയം നടക്കുമ്പോൾ, അതിന് മുമ്പ് പറഞ്ഞ പോലെ പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി വിളിക്കുമ്പോൾ, പ്രഭാഷണം നിസ്സാര കാര്യമല്ല കേട്ടോ. തൃശ്ശൂർ പ്രഭാഷണം നടത്തുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരേതൊരു കോളേജിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ ഡെപ്യൂട്ടേഷനോ എന്തോ ആയിട്ട് ഇനി പണിഷ്മെൻ്റ് അറിയില്ല, ബോംബെക്ക് സ്ഥലം മാറ്റം കിട്ടി കുറച്ച് കാലത്തേക്ക്, 3 വർഷം. അവരാദ്യം പറഞ്ഞെന്താ അറിയാം, ഈശ്വര, ഒരു വർഷത്തിൽ 1,00,000 രൂപയോളം എനിക്ക് പ്രഭാഷണത്തിൽ കിട്ടിയിരുന്നത് എനിക്ക് ഹിന്ദിയിൽ പ്രഭാഷണം നടത്താൻ പറ്റുമെന്ന്. അവിടെ പ്രഭാഷണം നടത്തുക ഏത് വിഷയമാണെങ്കിലും, ഈ പ്രഭാഷണം നടത്തി പോകുന്ന സമയത്ത് അവർക്ക് 5,000 മുതൽ 10,000 രൂപ വരെ. ഡോക്ടറേറ്റ് അല്ലേ, അങ്ങോട്ട് കാറ് ഇങ്ങോട്ട് കാറ്. രസം എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഡോക്ടറേറ്റ് എഴുതിയിട്ടുണ്ടാകണം 1 വർഷം കൊണ്ടാണ്. 8-10 വർഷം തപസ്സിൻ്റെ രൂപത്തിൽ പഠനങ്ങൾ നിർവഹിച്ച സന്യാസിമാർ ചെല്ലണ സമയത്ത് കൊടുക്കുക, ഇത് കയ്യിൽ വെച്ചോളോ, ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആഹാരം കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞ് 300 രൂപ മാക്സിമം, 400 രൂപ മാക്സിമം. അതിൻ്റെ ഇടയിലാണ് ഒരു സന്യാസി വര്യൻ, ഇപ്പം അയാൾ കള്ളനാണ്, കള്ളസ്വാമിയാണ് നാട്ടുകാരുടെ. ഗുരുവായൂർ അമ്പലത്തിൽ അവിടുത്തെ ചെയർമാനായിട്ട് കേരളമാ കോളേജിൽ പഠിച്ച ഒരാൾ വന്നു, ചന്ദ്രമോഹൻ എന്നാ പേര്. അവിടെ തന്നെ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊരു മുരളി വന്നു. അയാളും ഈ ചാമിയാരുടെ എന്തായാലും പറയുക ബന്ധുവാണ്, സുഹൃത്തുമാണ്. അപ്പോൾ അവരേക്ക് മരണസമയത്ത് ഇയാളെ എങ്ങനെയാണ് വിളിക്കാതിരിക്കുക എന്ന് കരുതിയിട്ട് ഈ കള്ളസ്വാമിയെ വിളിച്ചു. ഞാൻ തന്നെയാണ് കേട്ടോ ആൾ കള്ളസ്വാമി. ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഞാൻ കള്ളസ്വാമിയാണ്. എല്ലാ സന്യാസിമാരെയും ഒരു കള്ളസ്വാമിമാരെന്നാ വിളിക്കുക. അത് ഹിന്ദുവിൻ്റെ ഒരു സ്വഭാവമായിട്ടുണ്ട്.
കള്ളസ്വാമി എന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല, അതിൽ അപ്പുറമുള്ള പേരും വിളിക്കും. അതങ്ങനെ ഹിന്ദു അങ്ങനെ ആയിക്കഴിഞ്ഞു. ഹിന്ദുവിനിപ്പോൾ ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു വരുന്ന ഡോക്ടറേറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. അങ്ങനെ അവിടെ എന്നെ വിളിക്കാനുള്ള പരിപാടി ഇട്ടു. 21 ദിവസം പ്രഭാഷണത്തിന്. ആ ലെറ്റർ അയച്ചു, ഫോണും ചെയ്തു. ലെറ്ററിന് മറുപടി അയച്ചു, ഏകദേശം 8 പേജുള്ള മറുപടി. തിങ്കളാഴ്ചത്തെ ആഹാരം, ചൊവ്വ ബുധൻ വ്യാഴത്തെ ആഹാരം, വെള്ളി ശനി ഞായർ ഉള്ള ആഹാരത്തിൻ്റെ പ്രത്യേകത, കൺവെയൻസ്, അത് ഇത്, കിടന്നുറങ്ങാനുള്ള AC റൂമിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് ദക്ഷിണ ഇത്ര ലക്ഷം രൂപ. മിക്കവാറും ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു ഭാഗം പൊളിക്കണം എന്നുള്ള ഗതികേട് വന്നു. അങ്ങനെ പിന്നെ എന്നെ അവിടെ കയറ്റിയില്ല. അവർക്ക് വേണ്ടുന്നത് സന്യാസിമാരെന്ന് പറഞ്ഞാൽ 100 രൂപ സന്യാസിമാർ, അല്ലെങ്കിൽ 300 രൂപ സന്യാസിമാർ. ഇതും കഴിഞ്ഞ് സന്യാസിമാർ പറയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിലാണ് വന്നതേ, ബാലാ 100 എഴുത്തോട്ടെ പണ്ടാരടക്കാൻ കാണിച്ചു. പക്ഷേ ഡോ എന്ന് പേര് വെച്ച് വന്നു കഴിഞ്ഞാൽ ഉപനിഷത്താണെങ്കിലും ഗീതയാണെങ്കിലും ബ്രഹ്മസൂത്രമാണെങ്കിലും ശങ്കരഭാഷ്യ സഹിതം അവരെന്ത് പറഞ്ഞാലും അത് തൊള്ളയെ തുറന്നുകൊണ്ടിരിക്കും. അവരുടെ ഉമിനീര് വായലിക്ക് ഇങ്ങനെ അറിവിൻ്റെ ഭണ്ഡാകാരങ്ങളാണത്രേ. അപ്പോൾ ഈ ഡോ വെച്ചുകൊണ്ട് പല കളികളും നടക്കുന്നുണ്ട്. അതിനൊരു ഡോ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പലരും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകും. ഇന്ത്യയിൽ കുറച്ചൊരു കർക്കശാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യയിൽ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത് കിട്ടുന്ന വേറെ ചില സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അത് ഈ ഡോ വിൽപ്പനച്ചരക്കാക്കി വെച്ചിട്ടുള്ള കുറേ ഏജൻസികളുണ്ടെന്നാണ് പറയുന്നത്. സിലോണിലൊക്കെ ഉണ്ട് അത്ര. അതുകൊണ്ട് സിലോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഈ ഡോ എടുത്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. ഈ ഷാഹിദ കമൽ ഈ ഡോ എടുത്തിട്ടുള്ളത് അവരെവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചിലപ്പോൾ മറന്നു പോയ കാര്യം വീണ്ടും പറയാണ്. ഈ ഷാഹിദ കമലിൻ്റെ ഡോക്ടറേറ്റ്, അങ്ങനെ ഡോക്ടറേറ്റ് ഇല്ല എന്ന് മറ്റേ നമ്മളുടെ ഈ ഏഷ്യാനെറ്റുകാർ വിളിച്ചു പറഞ്ഞു. ഏഷ്യാനെറ്റാണോ മനോരമയാണെന്ന് അറിയില്ല, ഏഷ്യാനെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റിപ്പോയിട്ട് ക്ഷമിക്കണം. ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ക്ഷമിക്കണം, മനോരമ അല്ലെങ്കിൽ മനോരമ ക്ഷമിക്കണം. ഏഷ്യാനെറ്റ് എന്നാണ് തോന്നുന്നത്. ഇവർ ഈ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അവർ പറഞ്ഞത്. ഷാഹിദ കമാലുദ്ദീൻ പറഞ്ഞത്. അങ്ങനെ അവർ ഗ്രാജുവേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാത്ത സ്ത്രീയാണ് ഡോക്ടറേറ്റ് എടുത്ത് നടക്കുന്നതെന്നാണ് പറയുന്നത്. അത് വലിയൊരു തേജോവധമാണല്ലോ വാസ്തവത്തിൽ. അവരുടെ അന്തസ്സിനെയും ആഭിയാത്യത്തിനെയും അവരുടെ തറവാടിത്യത്തിനേക്കും വെട്ടിമുറിക്കുന്നൊരു പ്രസ്താവനയാണല്ലോ അവർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിസ്സാര കാര്യമില്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചവിട്ടിലെത്തും. അത് വലിയൊരു വേദിയാണല്ലോ. ഏഷ്യാനെറ്റ് വലിയ വായയാണല്ലോ, വലിയ ശബ്ദവുമാണല്ലോ. എന്നിട്ട് ഇത്രയും പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ? മറുപടി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയാണ് ഈ ഷാഹിദ കമൽ കൊടുക്കുന്നത്. ഈ പറയുന്ന ഏഷ്യാനെറ്റ് എന്നെപ്പോലെ എന്നെയൊന്നും അവർ അറിയുന്നില്ല. ഇനിയിപ്പോൾ സപ്പോസ് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്, അവർ പറയാണ് ഇയാൾക്ക് സന്യാസം കിട്ടിയിട്ടില്ല, ഇയാൾ കള്ളസ്വാമി പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ കൂടി കേസ് കൊടുക്കും. കാരണം എനിക്ക് സന്യാസം കിട്ടിയിട്ടുണ്ട്. എനിക്ക് മറ്റേ ഋഷികേശിലുള്ള ഹരിയർ കൈലാസാശ്രമം, അതിലെ സന്യാസി വര്യനായിട്ടുള്ള പ്രജ്ഞാനാനന്ദ തീർത്ഥ പാതർ എനിക്ക് സന്യാസം തന്നിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തേജോവധം നടത്തുമ്പോൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ വെച്ച് നോട്ടീസ് അയക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കാപ്പിളി കൂപ്പിളി എന്ന് പറയുകയാണോ വേണ്ടത്? അപ്പോൾ ഷാഹിദ കമലിൻ്റെ ഭാഗത്ത് എന്തോ ഒരു തരികട ഇല്ലേന്ന് സംശയിക്കേണ്ട രീതിയിൽ ജനങ്ങൾക്ക് അങ്ങനെയാണ് അവർക്ക് ബോധിച്ചെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ആരോട് പറയാം, നേരെ പോയിട്ട് കേസ് കൊടുക്കുക, ഒരു വക്കീലിനെ വെച്ച് നോട്ടീസ് ഏഷ്യാനെറ്റിന്. അത് മാത്രമല്ല ഇവർ തലപ്പൊക്കമുള്ള സ്ത്രീയാണ് ആയതുകൊണ്ട് തന്നെ ഇവർ വാങ്ങിക്കേണ്ടതൊരു ചുരുങ്ങിയതൊരു 10 കോടി രൂപയ്ക്കെങ്കിലും ഇവർ കേസ് കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം ഇവരെ ഡോക്ടറേറ്റ് ഈ പറഞ്ഞ ഡോക്ടറേറ്റ് ആണെന്ന് സംശയിക്കേണ്ടി വരും. സംശയമൊന്നുമില്ല. ഏതായാലും ഇത് ഷാഹിദ കമലിൻ്റെ കാര്യം മാത്രമല്ല, അതെന്തിനാകട്ടോ ഷാഹിദ ഡോക്ടറേറ്റ് എടുത്തത് നമുക്കെന്ത് പോയി പോട്ടെ, എത്ര എണ്ണം കിടന്ന് നടക്കണ്ടെങ്കിൽ വൈദ്യപരിശോധന ഡോക്ടർമാർ വരെ കഴുത്തിൽ മറ്റേ ഇതും വെച്ചിട്ട് എത്ര ആളുകളുടെ നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം. അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത്, കോളേജിൽ പഠിച്ച സുഹൃത്താണ്. അങ്ങനെ പിന്നെ സിനിമ മോഹം ഇളകിയിട്ട് മദ്രാസിൽ പോയി.
അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു സിനിമ പിടിച്ചു, സംവിധാനം ചെയ്തു. ഞാൻ കോട്ടയത്ത് അനുപമ തിയേറ്ററിൽ വെച്ചിട്ടാണ്, അനുപമ എന്നാണ് പേരെന്ന് ഓർക്കും, കോട്ടയത്ത് അനുപമ ഇപ്പോഴുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അവിടെ ആണിത് കാണാൻ കയറുന്നത്. നൂൺ ഷോക്കെ കാണാൻ കയറുന്നത്. ഇത് കാണാൻ കയറിയപ്പോൾ ഒരു 100 ആളുണ്ടാവും. എ സിയിലിരിക്കാൻ വേണ്ടി കയറിയതാന്ന് തോന്നുന്നു ഉച്ച സമയത്ത്. ഞാനിവിടെ കയറി സിനിമ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20-30 മിനിറ്റ് അതിലൂടെ ആൾക്കാരെ ഇളകാൻ തുടങ്ങി. അവസാനം എൻ്റെ സിനിമാ തിയേറ്ററിൻ്റെ മുതലാളിയോ മറ്റോ ഉണ്ട്. അയാൾ വന്ന് പറഞ്ഞു, നിങ്ങളെ ആ ടിക്കറ്റിൻ്റെ പൈസ വാങ്ങിച്ചു പോയി, മാപ്പ്, ഇങ്ങനെ ആവർത്തിക്കില്ല, ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ലോകോത്തരമായ സിനിമ, ലോകത്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടായിട്ടില്ല. പുറകിൽ ഓടുന്നതിൽ ഫസ്റ്റ് എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും കുറച്ച് ഓടിയ സിനിമയാണത്. അരമണിക്കൂർ അത്രേ ഓടിയുള്ളൂ ഈ ലോകത്തിൽ, അങ്ങനെ ഒരു സിനിമ. അങ്ങനെ അയാൾ ആ മോഹം ഉപേക്ഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞു, 5-10-15 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ ആ വഴി കൂടെ പോകുമ്പോൾ അതിനോട് ചേർന്നൊരു ഓഡിറ്റോറിയത്തിൽ ഗീത നടക്കുന്നുണ്ട്. ഞങ്ങൾ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഡോക്ടർ ഇന്നയാളെന്ന് പറഞ്ഞിട്ട്, ജയകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതിലൊന്നും പ്രത്യേകം എനിക്ക് തോന്നിയില്ല. പക്ഷെ വേറൊരാൾ കൂട്ടത്തിൽ ആൾ പറഞ്ഞു, സ്വാമി ഇതാ കണ്ടോ? ഉണ്ട്, കണ്ടു. ആരാന്ന് മനസ്സിലായോ? ഇല്ല. സ്വാമിയുടെ ഒപ്പം പഠിച്ച ആളാ. ഹൈ, ഡോക്ടറായോ? അയാളൊരു സുപ്രഭാതത്തിൽ കോയമ്പത്തൂർക്ക് മുങ്ങുകയാണ്. അവിടെ പോയിട്ടൊരു 6 മാസം 7 മാസം ഇയാൾ പറഞ്ഞ അങ്ങനെ 6-7 മാസം ഇവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഹോമിയോ ഡോക്ടർ, ഇപ്പം ഡോക്ടർ എന്നുള്ള പേരിൽ എല്ലാ മരുന്നുകളും കൊടുക്കുന്നുണ്ട്. എന്ത് രോഗം വന്നാലും മരുന്ന് കൊടുക്കുന്നുണ്ട്. കെടുത്തി ചികിത്സ പോലും ഉണ്ട്. ഇനി എന്നാ ഹാർട്ട് ഓപ്പറേഷനും ട്യൂമർ വന്നാൽ തലയിൽ ഓപ്പറേഷനും കിഡ്നി ഓപ്പറേഷൻ നടത്താൻ പോണെന്ന് അറിയില്ല, കറിക്കത്തി ഉപയോഗിച്ചിട്ട്. ബാർബർ ഷോപ്പിൽ ഉപയോഗിക്കുന്ന കത്തിരിയും കറിക്കത്തിയും ബ്ലേഡൊക്കെ ഉപയോഗിച്ച് എന്നാണ് ഇനി അത് ആരംഭിക്കാൻ പോണെന്ന് അറിയില്ല. ഇതൊക്കെയും നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം നടക്കുന്ന സാധനം. അങ്ങനെ ഈ ഡോക്ടർ പരിപാടി, ഈ വെളുത്ത ലോഹിയായിട്ടുള്ള പാർട്ടികൾ അവരെ തന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്പട്ടം കിട്ടിയ ഉടനെ തന്നെ മുമ്പിൽ കൊണ്ട് അമർത്തി വെച്ചു. ഡോ അച്ഛൻ എന്നോട് അമർത്തി വെച്ചു. ഞാനും ആരംഭിക്കാൻ പോവാട്ടോ. ബ്രഹ്മാനന്ദ തീർത്ഥ, ബ്രഹ്മാനന്ദ തീർത്ഥ, ഡോക്ടർ ബ്രഹ്മാനന്ദ തീർത്ഥ. വലിയ ചിലവൊന്നുമില്ലല്ലോ. ഇതിനകത്ത് DO എന്നടിച്ചാൽ ഡോന്ന് വരും. അതെൻ്റെ പേരിൻ്റെ മുമ്പിലാണ് ചേർത്ത് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ. ഇനി അമ്പലത്തിലെ പൂജാരിമാരോടൊക്കെയും പറയാൻ പോവാ ഞാൻ. ഏതായാലും പള്ളിയിലെ അച്ഛന്മാരും കൂടെ ഡോ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഈ എന്തായാലും പറയുക, മറ്റേ മുസ്ലിം ഉസ്താദുമാർക്കൊന്നും കണ്ടിട്ടില്ല. ഉസ്താദ് എന്ന് കണ്ടിട്ടില്ല. അവർ ഉസ്താദ് എന്നുള്ള പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്ന് കണ്ടിട്ടില്ല. ബാക്വി, നദ്വി അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. മദാനി, സമദാനി ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഡോ എന്ന് വെച്ചിട്ടുള്ള പരിപാടികൾ വളരെ കുറവാണ്. അങ്ങനെ കിട്ടിയത് തന്നെയാണത്. എനിക്കത് അനുഭവത്തിലുള്ളതാണ് വാസ്തവത്തിൽ. ആയതുകൊണ്ട് ഇനി സന്യാസിമാർ മുഴുവൻ വയ്ക്കാൻ പോവാം. എവിടെയാണ് ഈ ഡോക്ടറേറ്റ് കിട്ടിയത്? നിർഗുണാനന്ദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. തനിക്കെന്താ വേണ്ടേ? ആരായിരുന്നു നിങ്ങളുടെ ഗൈഡ്? അജ്ഞാനാനന്ദ തീർത്ഥ, അജ്ഞാനാനന്ദ സരസ്വതി. എന്താ എനിക്ക് വേണ്ടേ? ആരും കഴിഞ്ഞില്ലേ. അത് ഹിമാലയത്തിൽ എവിടെയാണ്? ഹിമാലയത്തിൻ്റെ ഉള്ളിൻ്റെ പോകണം. ആരവിടെ പോകാൻ? ഈ റോമിൽ നിന്ന് ഇറ്റലിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാലോ നമുക്ക്. അപ്പോൾ ഈ എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായത് വളരെ നല്ല കാര്യമായി. അതിന് നമുക്ക് ഷാഹിദ കമാലിനൊരു നന്ദി അറിയിക്കാം. ഏതായാലും എല്ലാത്തിൻ്റെയും ഉത്തരവാദികൾ കേരളീയരാണ്. അവരുടെ ചില പത്രാസുകളാണ്. മുമ്പിൽ വെച്ച് വീട്ടിലെ മകൻ്റെ പേരിൻ്റെ മുമ്പിലൊരു അത് വെച്ച് എല്ലാം നിറഞ്ഞു എന്നുള്ളതാണ്. വേറൊന്നും വേണ്ട. അന്തസ്സും ആഭിയാത്യവും തറവാടിത്തൊന്നുമല്ല പ്രശ്നം. അദ്വേഷത, മൈത്രി, അത്തരം ഉൾഭാവനകളുടെ വികാസമല്ല പ്രശ്നം. ഡോക്ടറേറ്റ് ഉണ്ടോ? പേരിൻ്റെ പിന്നിലും മുമ്പിലും അടിച്ചുറപ്പിച്ച് വെക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളുണ്ടോ? അയാൾ വലിയ ആളായി. അതിൻ്റെ പുറകിലാണ് അച്ഛനമ്മമാർ കല്യാണം കഴിച്ചു കൊടുക്കാൻ, ഉള്ളതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് കൊടുക്കാൻ, എന്നിട്ട് കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങടെ അയക്കുന്ന വ്യവസ്ഥ വേറെ. ആ കഥയ്ക്ക് നമ്മൾ പറഞ്ഞതാണ്. ഏതായാലും ഷാഹിദ കമാലിന് നന്ദിയുണ്ട്. ഡോക്ടറേറ്റ് പരിപാടി പരിപാടി ഇവിടെ ചർച്ചാ വിഷയമാക്കിയതിന് അവർക്ക് നന്ദി. ഏഷ്യാനെറ്റിനും ഒരു നന്ദി. നன்றി.